സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. സർ സർ എന്ത് പറ്റി സർ? എന്താ സർ? ഒന്നുമില്ല. എന്തെങ്കിലും കാണാതെ സാർ ഇവിടെ ഇറങ്ങില്ല. ഒന്നുമില്ലെന്നേ. എടോ നിങ്ങൾ രണ്ടോ അകത്തിരുന്നാ മതി. സർ ഓ എടോ ഇതെന്റെ സ്വന്തം കാര്യമാണ്. മര്യാദയ്ക്ക് യൂറിനൊന്ന് പാസ് ചെയ്തോട്ടെ. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല. അപ്പോ എന്തോ ഓക്കെ. മേഡം അകത്ത് കയറിയിരുന്നു. പറ്റില്ല, അദ്ദേഹത്തിന്റെ സേഫ്റ്റിയാണ് നമ്മുടെ. മേഡം അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാനാ. സർ ഒന്നുമില്ല, എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. അയ്യോ സർ, സോറി. വണ്ടി കയറി. ഓക്കെ ഓക്കെ ഒരു സോറി. Come on, fast. എന്താ സാറ് വേണ്ടത്? കോഫി പറയാല്ലേ? മതി. 2 കോഫി. ശരി. ഇപ്പോഴാണ് സമാധാനായത്. അതെന്താ? ഒന്നും അറിയാത്ത പാവം കൊച്ച്. ഇത്രയും നാളും നീ എന്നെ തീറ്റിക്കല്ലായിരുന്നോ? ബാംഗ്ലൂർക്ക് എപ്പോഴാ പോകുന്നേ? 2 ദിവസം കഴിഞ്ഞ് പോണം. തിരിച്ചെപ്പോഴാ വരുന്നേ? വന്നിട്ടിപ്പോ എന്തിനാ? ഒന്നും വേണ്ട. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വിട്ടു ഇപ്പൊ എന്ത് ചെയ്യോ? ഇവിടെ ഒരു വേലായുധനാശാന്റെ വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട്. സുദീപ് എങ്ങോട്ട് ഇറങ്ങിയതോ? രാധികയുടെ വീട്ടിലോട്ടാ. ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ട്. അവളൊരു ചുരിദാർ തയ്ച്ചത് കൊടുക്കണം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട്. ഓ എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? രാധികയുടെ വീട്ടിൽ ഞാൻ കൊണ്ടുവിടാം. ഇല്ല വേണ്ട, ഞാൻ ബസ്സിൽ പോകണം. കയറ്. അയ്യോ ബാഗ് അവിടെ നോക്ക്. ചെല്ലേ. താങ്ക്സ്. ഓക്കെ ശരി, ബൈ. ചേച്ചി 1 കിലോ ഓറഞ്ച്. ഇതിലേക്ക് ഇട്ടോ മോളെ. എത്രയാ? 40. അവിടെ എന്താ ചേച്ചി ആപ്പിൾ എന്താ വില? 100ന്റെ ഉണ്ട് 120ന്റെ ഉണ്ട്. ഏതാ വേണ്ടേ? എന്നാ 100ന്റെ 1 കിലോ ഇട്. ചേച്ചി ഒരു വിളിച്ചു. മോനെ അതങ്ങ് കൊടുത്തടാ. വേറെന്താ വേണ്ടേ? ഒന്നും വേണ്ട. മോളെ 40 രൂപ ചില്ലറ വേണേ. ഹലോ, എവിടെ? ബസ് സ്റ്റാൻഡിലോ? ഓക്കെ, വി ആർ കമ്മിങ്. എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല. നടക്കാൻ നടക്ക. പേനയും പുസ്തകമൊക്കെ പിടിക്കേണ്ട പ്രായത്തിൽ കയ്യിൽ ബോംബാണോ കൊണ്ടുനടക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. സത്യം പറ, നിനക്കത് എവിടുന്ന് കിട്ടി? എനിക്കറിയില്ല മാഡം. അപ്പൊ ആ ബോംബ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ശ്യാമിന്റെ കൂടെ കോഫി കഴിക്കാൻ പോയി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ എന്റെ ബാഗിൽ അത് കണ്ടു. ആരാണ് ശ്യാം? എനിക്ക് പരിചയമുള്ള ആളാ. ആ സമയത്ത് ശ്യാം അവിടെ പോയി? എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി. ശ്യാമിനെ എത്ര വർഷമായിട്ട് അറിയാം? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അറിയാം സാർ. പേരും അഡ്രസ്സും മേടിച്ചിട്ട് കുട്ടിയെ വിട്ടേക്ക്. ശരി സാർ, വാ.
സർ അവൾ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതെനിക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായി. അപ്പൊ പിന്നെ ശ്യാം? ഉം, ഉം, ഉം. ഗിരീഷ്, എത്രയും പെട്ടെന്ന് അവനിവിടെ എത്തണം. ഓക്കെ സർ. ഏട്ടാ, ആ ലെനയോ? ആശാനില്ലേ? ഇല്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. പുറത്തേക്ക് പോയതാ. എന്തെങ്കിലും പറയാനുണ്ടോ? ആശാൻ അങ്ങോട്ട് പോയെന്ന് എന്നോട് പറഞ്ഞില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇന്ന് മുതൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി തുടങ്ങി. അത് പറയാനാ. ആണോ? നല്ല കാര്യം. നന്നായി പഠിക്കണം കേട്ടോ. ശരി. നീ ഇത്രയേറെ എവിടെയായിരുന്നു? എന്തിനാ നീ കരയുന്നേ? എന്തിനാ കരയുന്നു? കരയാതെ കാര്യം പറ. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസോ? എന്തിന്? എടി എന്തിനാന്ന്? എന്റെ ബാഗിനുള്ളിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നു. ബോംബോ? അതെങ്ങനെ നിന്റെ ബാഗില്? എനിക്കറിയില്ല. വഴി വെച്ച് ശ്യാമിനെ കണ്ടിരുന്നു. ശ്യാമിന്റെ കൂടെ ഒരു കോഫി കഴിച്ചിറങ്ങിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. പോലീസുകാർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല. സാരല്ല, നീ അകത്തേക്ക് ചെല്ല്. അന്നേ ദിവസം സുധിയുടെ കൂടെ നിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ നഗരത്തിൽ നടക്കിയ ബോംബ് സ്ഫോടനങ്ങളുടെ ബോംബിന്റെ അവശിഷ്ടങ്ങളും ആ ബോംബും തമ്മിൽ സാമ്യമുണ്ട്. ഞാനല്ല, എന്നെ കൊണ്ട് ഇതൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ സർ. അപ്പൊ നിനക്കൊന്നും അറിയില്ല? സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. ആ സമയത്ത് ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവൾ കത്തിച്ചാമ്പലായനെ. സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ബോംബ് പൊട്ടിയാൽ അവൾ മരിക്കുമെന്ന് സാറ് തന്നെ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഞാനത് ചെയ്യൂ? ശരി ശ്യാം, നിങ്ങൾക്ക് പോവാം. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ വരേണ്ടി വരും. ഓക്കെ സർ. താങ്ക് യു. വെൽക്കം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ 2 പേരാണുള്ളത്, ശ്യാമും സുധിയും. ഓക്കെ, ഇത് ഹേമലത് വെച്ചോളൂ. ഓക്കെ സർ. പിന്നെ ഇവരെ ഒന്നുകൂടി വിളിപ്പിക്കണം. ഗുഡ് മോർണിംഗ് സർ. ആ പ്ലീസ്. താങ്ക് യു സർ. സർ, അന്വേഷണ റിപ്പോർട്ട് ഞാൻ ഗിരീഷിനെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അതെനിക്ക് കിട്ടിയിരുന്നു. അതിൽ കാഞ്ചിയാർ തരകന്റെ പേര് ഞാൻ അടിവരയിട്ടിരുന്നു. അയാളെ ഒന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. കാഞ്ചിയാർ തരകൻ വരട്ടെ. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഓക്കെ സർ, ഞാൻ ഇറങ്ങുക. DGP ഒന്ന് കാണണം. എന്നിൽ നിന്ന് എന്ത് ഹെൽപ്പും എപ്പോൾ വേണമെങ്കിലും സാറിന് പ്രതീക്ഷിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. താങ്ക് യു സർ. ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സുധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവർക്കൊക്കെ സുധിയെ കാണണമെന്നുണ്ട്. സുധി എന്ന് പറയുന്നത് ആൺപിള്ളേരുടെ പേരല്ലേ എന്നാ അവരുടെയൊക്കെ ചോദ്യം. അതിന് സുധീന്നല്ലല്ലോ എന്റെ അല്ല, പേര്. അത് ഞാൻ അവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ പെണ്ണിന്റെ പേര് സുധീര എന്നാണെന്ന്. എന്നാലും പേരിന് എന്തൊരു കുഴപ്പം? എന്ത് കുഴപ്പം? എന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു ഞാനൊരു ധീരയായ യുവതിയാവൂന്ന്. അതാ സുധീര എന്ന് പേരിട്ടത്. എന്നാ പിന്നെ മഗധീരാന്നിടായിരുന്നു. കളിയാക്കൊന്നും വേണ്ട. പിന്നല്ലാതെ ഈ ധീരയായ യുവതിയാണോ പോലീസ് പിടിച്ചെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിയത്? അത് പിന്നെ അപ്രതീക്ഷിതമായി അങ്ങനെയൊക്കെ സംഭവിച്ച ആരായാലും പേടിക്കില്ലേ? എന്നിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ബോംബ് എടുത്ത് ശ്യാമിന്റെ കൈ വെച്ചുതരാം. അപ്പൊ അറിയാൻ പേടിക്കില്ലയോ എന്ന്. എനിക്കൊരു പേടിയുമില്ല. ഒരു 4-5 ബോംബെടുത്ത് എൻ്റെ കൈ തന്നെ ഞാനിത് ഇങ്ങനെ എറിഞ്ഞ് കളിക്കും. ഇവർ നമ്മുടെ പുറകെ തന്നെയുണ്ട്. തൽക്കാലം സുധി ഇവിടെ നിൽക്കണ്ട, വീട്ടിലോട്ട് പോയിക്കോ. ശ്യാം, എന്താ ഞാൻ സ്വർഗത്തിലെ കട്ടറും പോയോ? ഇല്ല, ബാംഗ്ലൂർ നിങ്ങൾക്ക് എന്താണ് ജോലി? മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓ, സുധിയും നിങ്ങളും കണ്ടുമുട്ടിയ ദിവസത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏത്? ഈ ദിവസത്തെ കുറിച്ചോ? കമോൺ ശ്യാം, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. എന്തിന്? കാര്യങ്ങളൊക്കെ ഞാൻ സിദ്ധാർത്ഥ് സാറിനോട് പറഞ്ഞാണല്ലോ. വീണ്ടും വീണ്ടും ആവർത്തിക്കണം? ശ്യാം, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഈ കേസിൽ ഇത്രയും ഇൻവോൾവ്മെന്റിൽ നിങ്ങളെ 2 പേരെയും മറന്നു കളയാൻ ഞങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. നാളെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ സിദ്ധാർത്ഥ് സാർ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തന്നെ എനിക്ക് തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ അറിയാനിട്ടല്ല.
എന്താ ശ്യാം, വീണ്ടും വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? നോ സർ, സാറ് വിളിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ സാറിനെ വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അത് സുധി പറയും സർ. സർ, ശ്യാമിൻ്റെ കൂടെ ഒരു കോഫി ഷോപ്പിൽ കയറിയിരുന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ബാഗ് മറന്നു. തിരിച്ചു വന്നപ്പോൾ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരാളാ ബാഗ് എടുത്തു തന്നത്. പിന്നെ പിന്നെ അയാൾക്കൊരു ക്രിമിനൽ ലുക്ക് ഉണ്ടായിരുന്നു സർ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുധിയോ അതോ ശ്യാമോ? സർ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. സത്യം ഞാൻ പറഞ്ഞുതരാം. ശ്യാം, കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ ഹേമലത സുധിയെ ചെന്ന് കണ്ടിരുന്നു. ഇവളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ തമ്മിൽ പഠിക്കുന്ന കാലത്ത് പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം സുധി ശ്യാമിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നുവെന്നുമാണ്. ശ്യാം എത്ര ശ്രമിച്ചിട്ടും സുധി അവളുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നു. മാത്രമല്ല, ഏട്ടൻ കൊണ്ടുവന്ന കല്യാണാലോചനയ്ക്ക് ഇവൾ സമ്മതം മൂളി. അത് ശ്യാമിനെ സങ്കടപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വരാം. നിങ്ങൾ മാനസികപരമായി തകർന്നു. ബാംഗ്ലൂർക്ക് തിരിച്ചു പോകാൻ നിന്ന നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ മറ്റാരെങ്കിലും സുധിയുടെ ബാഗിൽ ബോംബ് വെച്ചു. ഇവളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ. ഇല്ല, ശ്യാം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിന് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിരുന്നല്ലോ. അത് പിന്നീടല്ലേ. ഇവളുമായുള്ള സുന്ദരമായ നിമിഷങ്ങൾക്കിടയിൽ നിങ്ങൾ തിരിച്ചെടുക്കാൻ മറന്നതായിരിക്കാം. പിന്നീട് അറിഞ്ഞെത്തുമ്പോഴേക്കും ഇവൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരുന്നു. അതുമല്ലെങ്കിൽ അവളൊരു സ്ഫോടനം എന്ത് വില കൊടുത്ത് നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നു ശ്യാം. അതിനർത്ഥം സുധിയുടെ ജീവൻ എടുത്തുകൊണ്ട് അല്ലേ? മതി സർ, മതി. സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. യു നോ വൺ തിങ്, ഞാനൊരു ആർമി ഓഫീസറുടെ മകനാണ്. യെസ്, ഐ നോ ദാറ്റ്. ആർമിയിൽ ബോംബ് ഡിസ്പോസൽ ഓഫീസർ. അച്ഛന് ബോംബ് ഡിസ്പോസ് ചെയ്യാൻ മാത്രമല്ല, ബോംബ് ഉണ്ടാക്കാനും അറിയാമായിരിക്കുമല്ലേ? സർ, മൈ ഫാദർ ഈസ് ആൻ ഇന്ത്യൻ സോൾജർ. ഒരു പട്ടാളക്കാരൻ്റെ ദേശസ്നേഹത്തെക്കുറിച്ച് സാറിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. ശ്യാം, സ്റ്റോപ്പ് ദേ. നോ, ഇറ്റ്സ് ഓക്കെ. ശ്യാം, ശ്യാം. സർ, പെൺകുട്ടി പറഞ്ഞാലേ നമുക്ക് സംശയിച്ചുകൂടെ? ആ കഥ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുധിയുടെ ബാഗിൽ ബോംബ് വന്നത് ഒന്നുകിൽ അബദ്ധം പറ്റിയതായിരിക്കണം, അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കണം. അങ്ങനെ മനഃപൂർവ്വം വെക്കണമെങ്കിൽ അവളോട് വൈരാഗ്യമുള്ള ആളായിരിക്കണം. സർ, എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ശ്യാമിനെ തന്നെയാ സംശയം. പക്ഷേ ഈ ബാറുകളിൽ നടന്ന സ്ഫോടനം, അതിന്റെ കാരണം? അവനാണ് കാരണമെങ്കിൽ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പിന്നെ എസ് പിയുടെ റിപ്പോർട്ടിലെ കാഞ്ചിയാർ തിറകൻ്റെ ഫയൽ അതങ്ങ് ക്ലോസ് ചെയ്തേക്ക്. നമുക്കതിനെ ആവശ്യമില്ല. ഓക്കെ? ഓക്കെ സർ.